നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എയർ പൊല്യൂഷൻ്റെ അഞ്ചാമത്തെ സോഴ്സാണ്. എയർ പൊല്യൂഷൻ്റെ അഞ്ചാമത്തെ സോഴ്സ് എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നത്. പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽ നടക്കുമ്പോഴാണ് കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നത്. അതായത് ഓക്സിജൻ്റെ അഭാവത്തിൽ കമ്പസ്റ്റൻ നടന്നാൽ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യും. അപ്പം ഓട്ടോമൊബൈൽസിലായാലും ഇൻഡസ്ട്രീസിലായാലും ഓയിൽ റിഫൈനറീസിലായാലും പാർഷ്യൽ കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവലാണ് നടക്കുന്നതെങ്കിൽ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യും. ഇതല്ലാതെ തന്നെ സിഗരറ്റ്, ബീഡി സ്മോക്ക്, അതുപോലെ ഡൊമസ്റ്റിക് ഹീറ്റ് അപ്ലയൻസസ്, ഇതിനകത്തു നിന്നൊക്കെ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു കളർലെസ് ഗ്യാസ് ആണ്. കാർബൺ മോണോക്സൈഡ് കളർലെസ് ആണ്, ഓഡർലെസ് ആണ്, നോൺ കൊറോസീവ് ആണ്. കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല, കാരണം ഇതിന് കളറും ഇല്ല, സ്മെല്ലില്ല, അതുപോലെ ഇത് നോൺ കൊറോസീവ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ടോക്സിക് ആണ്. കാർബൺ മോണോക്സൈഡ് കളർലെസ് ആണ്, ഓഡർലെസ് ആണ്, അതുപോലെ അത് നോൺ കൊറോസീവ് ആണ്. പക്ഷേ ഇത് ഭയങ്കര ടോക്സിക് ആണ്. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെഡേക്ക്, വിഷ്വൽ ഡിഫിക്കൽട്ടി, അതുപോലെ പാരാലിസിസ്, മാക്സിമം ആയിക്കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാം. സോ കാർബൺ മോണോക്സൈഡ് ഭയങ്കര ടോക്സിക് ആണ്. ഇത് ഹെഡേക്ക് ഉണ്ടാക്കും, വിഷ്വൽ ഡിഫിക്കൽട്ടി ഉണ്ടാക്കും, പാരാലിസിസ്, ശരീരത്തിൻ്റെ തളർച്ച ഉണ്ടാക്കും. കൂടുതലായി കഴിഞ്ഞാൽ ആൾക്കാർ മരിച്ചു പോകും. കാർബൺ മോണോക്സൈഡ് എന്താ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ആരാണ്? ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. നമ്മുടെ ബ്ലഡിനകത്ത് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണ്. സോ ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യും. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകും. കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്താൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. കാർബോക്സി ഹീമോഗ്ലോബിൻ്റെ ഒരു കുഴപ്പം, വൺസ് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിൻ ഇത് ഡിറ്റാച്ച് ആവില്ല. ഇത് സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്തിരിക്കും. അപ്പം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായാൽ പിന്നെ ഹീമോഗ്ലോബിന് ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ നമ്മുടെ ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കും. ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കും. അങ്ങനെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറച്ച് കഴിയുമ്പം എന്തു പറ്റും? നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തത്തില്ല. ശരീരഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്താതെ ആവുമ്പം എന്തു പറ്റും? നമുക്ക് ഹെഡേക്ക് ഉണ്ടാവും, ഡിസിനസ് ഉണ്ടാവും, ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടാവും. ഇത് അൾട്ടിമേറ്റ്ലി എന്തുണ്ടാവും? അത് നമ്മളുടെ ബ്രെയിനിനെ ബാധിക്കുകയും കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോവുകയും ചെയ്യും. സോ അത് മാത്രമല്ല, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ഡെത്ത് വരാത്ത കേസിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെ ഇത് അഫക്റ്റ് ചെയ്യും. സോ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ടോക്സിക് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ബ്ലഡിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി അത് റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് നോക്കാനുള്ളത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? കാർബൺ ഡയോക്സൈഡ് സ്മോക്കിൻ്റെ ഫോമിലാണ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. അതായത് കോള്, വുഡ്, പെട്രോളിയം പ്രോഡക്റ്റ്, ഗേഷ്യസ് ഫ്യൂവൽസ്, കോള്, വുഡ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഗേഷ്യസ് ഫ്യൂവൽസ്, ഇങ്ങനെയുള്ള ഫ്യൂവലുകളൊക്കെ ബേൺ ചെയ്യുമ്പം സ്മോക്കിൻ്റെ ഫോമിലാണ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്. ഈ കാർബൺ ഡയോക്സൈഡ് വേറൊരു രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. എങ്ങനെയാണ്? പ്ലാന്റ്സും ആനിമൽസും ഒക്കെ റെസ്പിറേഷൻ നടക്കുമ്പം നമ്മൾ ശ്വസിക്കുമ്പോൾ വെളിവിടുന്നത് കാർബൺ ഡയോക്സൈഡാണ്. സോ പ്ലാന്റ്സും ആനിമൽസും എല്ലാം റെസ്പിറേഷൻ നടത്തുമ്പോഴും കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നത്? പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും റെസ്പിറേഷൻ വഴിയും കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. അതുപോലെ കോള്, വുഡ്, പെട്രോളിയം പ്രോഡക്ട്സ്, ഗേഷ്യസ് ഫ്യൂവൽസ്, ഇതൊക്കെ ബേൺ ചെയ്യുമ്പം സ്മോക്കായിട്ടും കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ എത്തുന്നുണ്ട്. ഇനി കാർബൺ ഡയോക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിലെ കോൺസെൻട്രേഷൻ കൂടാനുള്ള മറ്റൊരു കാരണമാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പം എന്ത് പറ്റും? പ്ലാന്റ്സ് കുറയുകയാണ് ചെയ്യുന്നത്. പ്ലാന്റ്സ് കുറയുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ഫോട്ടോസിന്തസിസ് നടക്കുമ്പം പ്ലാന്റ്സ് കാർബൺ ഡയോക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുകയും ഓക്സിജൻ വെളിവിടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ അളവ് കുറയും. എർത്തിലെ പ്ലാന്റ്സ് കുറയുമ്പോൾ എന്ത് പറ്റും? കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിക്കൊണ്ടിരിക്കും. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിയാൽ എന്നാ പറ്റും? റെസ്പിറേറ്ററി ഡിസോർഡേഴ്സും സഫോക്കേഷനും ഉണ്ടാവും. കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ കൂടിക്കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഉണ്ടാവും, അതുപോലെ സഫോക്കേഷനും ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. സണ്ണിൻ്റെ റേസിനകത്ത് എന്തൊക്കെയുണ്ട്? സണ്ണിൻ്റെ റേസിനകത്ത്
അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ട്. അപ്പം എർത്തിലേക്ക് വരുന്ന സണ്ണിൻ്റെ റേസിനകത്ത് അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, വിസിബിൾ ലൈറ്റ് ഉണ്ട്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉണ്ട്. നമുക്കറിയാം ഓസോൺ ലെയർ, അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യും. അപ്പർ അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ലെയർ അൾട്രാവയലറ്റ് റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് വിസിബിൾ ലൈറ്റിനെയും ഇൻഫ്രാറെഡ് റേഡിയേഷനെയും എർത്തിലോട്ട് കടത്തിവിടും. വിസിബിൾ ലൈറ്റും ഇൻഫ്രാറെഡ് റേഡിയേഷനും എർത്തിലോട്ട് കടത്തിവിടും. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ എർത്തിൽ വന്നിട്ട് എന്നാ ചെയ്യും? എർത്തിനെ ഹീറ്റപ്പ് ചെയ്യും, എർത്തിലുള്ള സാധനങ്ങളെയും ചൂടാക്കും. അങ്ങനെ എർത്ത് ചൂടായി കഴിയുമ്പം എർത്ത് എന്നാ ചെയ്യും? എർത്ത് അത് ചൂടായതുകൊണ്ട് അത് ഹീറ്റ് റേസിനെ എമിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ സണ്ണിൽ നിന്ന് വരുന്നതിനകത്ത് അൾട്രാവയലറ്റ് ഉണ്ട്, വിസിബിൾ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്. അൾട്രാവയലറ്റിനെ ഓസോൺ ലെയർ തടഞ്ഞു നിർത്തി അബ്സോർബ് ചെയ്യും. പിന്നെ എർത്തിലോട്ട് വരുന്നത് വിസിബിളും ഉണ്ട്, ഇൻഫ്രാറെഡും ഉണ്ട്. ഇൻഫ്രാറെഡ് വരുമ്പോഴത്തേനും ഇത് തട്ടി എർത്ത് ചൂടാവും, എർത്തിലുള്ള സാധനങ്ങളും ചൂടാവും. ചൂടായി കഴിയുമ്പം ഇവരെന്ത് ചെയ്യും? ഈ ചൂടായ സാധനങ്ങൾ അവർ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഈ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്നാ ചെയ്യും? സണ്ണിൽ നിന്ന് വരുന്ന റേസിനെ ഇങ്ങോട്ട് കടത്തിവിടും. പക്ഷേ എർത്ത് ഹീറ്റപ്പ് ആയി കഴിയുമ്പം എർത്ത് വെളിയിലോട്ട് വിടുന്ന റേഡിയേഷൻസ് ഇല്ലേ, അവരെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെയർ എന്ത് ചെയ്യും? തടഞ്ഞു നിർത്തും. അപ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്നാ ചെയ്യും? എർത്ത് വെളിയിൽ വിടുന്ന ഹീറ്റ് റേഡിയേഷൻസിനെ തടഞ്ഞു നിർത്തും. അങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അറ്റ്മോസ്ഫിയറിനെ ചൂട് പിടിപ്പിക്കും. ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ചൂടാവാൻ തുടങ്ങും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്തോറും അറ്റ്മോസ്ഫിയർ തടഞ്ഞു നിർത്തുന്ന ഈ റേഡിയേഷൻസും കൂടും. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ കൂടുതൽ ചൂടാവും. അറ്റ്മോസ്ഫിയർ ചൂടായി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? അറ്റ്മോസ്ഫിയർ ചൂടാവുന്നതനുസരിച്ച് നമ്മുടെ എർത്തിലെ കാലാവസ്ഥയൊക്കെ മാറും, ക്ലൈമറ്റിനെ ബാധിക്കും. അപ്പം അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ചൂടാകുമ്പോൾ എന്നാ പറ്റും? നമ്മുടെ ഗ്ലേഷ്യേഴ്സൊക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. പോൾസിലെയൊക്കെ ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. പോളാർ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്നാ പറ്റും? അതായത് ഫ്ലഡിങ് ഉണ്ടാവും, സീ ലെവൽ റൈസ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ചെയ്യും, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യും. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാ പറ്റും? സീ ലെവൽ റൈസ് ചെയ്യാൻ തുടങ്ങും. ലോവർ ഏരിയാസിലൊക്കെ ഫ്ലഡിങ് ഉണ്ടാവാൻ തുടങ്ങും. ഇതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയർ കൂടുതൽ ചൂടാവും. അറ്റ്മോസ്ഫിയർ ചൂടാവും തോറും ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ആവും, പോളാർ ഐസ് ക്യാപ്സ് മെൽറ്റ് ആവും. അങ്ങനെ മീൻ സീ ലെവൽ, വാട്ടർ ലെവൽ കൂടാൻ തുടങ്ങും. വാട്ടർ ലെവൽ കൂടിക്കഴിയുമ്പോൾ ലോ ലേയിങ് ഏരിയാസിൽ ഫ്ലഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റും ഗ്ലോബൽ വാർമിങ്ങും. ഇതുകൊണ്ട് വേറൊരു കുഴപ്പം, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ക്ലൈമറ്റിലും ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങും. അപ്പം ഇതുണ്ടാക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, മീഥെയിൻ CH4, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് NO ഉണ്ട്. അപ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മീഥെയിൻ ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, CFC ഉണ്ട്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതുപോലെ SO2 ഉണ്ട്, ഓസോണും ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക. മീഥെയിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, CFC ഉണ്ട്, പിന്നെ ഓസോൺ ഉണ്ട്, സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇത്രയുമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഗ്യാസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓസോൺ ആണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്